എവരിവൺ, ആഷാന വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഡിയർ ഫ്രണ്ടായ ഷാജി ചേട്ടൻ്റെയും സെലിൻ ചേച്ചിയുടെയും ഗാർഡൻ ടൂറുമായിട്ടാണ്. അവരവരുടെ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അവരുടെ വീടിൻ്റെ എൻട്രൻസിൽ തന്നെയാണ്. അപ്പോൾ ഈ ഗാർഡൻ്റെ ഈ ഒരു ഭംഗി കാരണം ആരവരുടെ വീട് വിസിറ്റ് ചെയ്താലും അവരുടെ ഫോക്കസ് ആദ്യമേ പോകുന്നത് അവരുടെ ഗാർഡനിലേക്കാണ്. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് ചേട്ടൻ്റെയും ചേച്ചിയുടെയും ഹാർഡ് വർക്കാണ്. അവർ വർഷങ്ങളെടുത്തു ഈ ഒരു ഗാർഡൻ ഇത്ര രീതിയിൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അപ്പം ഇതാണ് ചേട്ടൻ്റെ സുന്ദരമായ ഭവനം, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു ഗാർഡനും. പിന്നെ ഇവിടെ ആര് വിസിറ്റ് ചെയ്താലും ഒരാൾ പോലും ഒരു പ്ലാന്റോ ഒരു ഫ്ലവറോ അവർ മിസ് ചെയ്യില്ല. കാരണം അതുപോലെയാണ് നമുക്ക് ഇവിടെ ഈ ഒരു ഗാർഡൻ എക്സ്പ്ലോർ ചെയ്യാൻ ചേട്ടനും ചേച്ചിയും ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഫ്ലവേഴ്സും ജസ്റ്റ് പ്ലാന്റ്സും മാത്രമല്ല, ഇവിടെ ഒരു ചെറിയ വാട്ടർ ഫ്ലോസും പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കുറേ ടൈനി ഫൗണ്ടെയിനും ഒക്കെ കാണാൻ സാധിക്കും. പിന്നെ ഓരോ ഫ്ലവർ മാത്രമല്ല, വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സാണ് നമുക്ക് ഓരോ കോർണറിലും കാണാൻ സാധിക്കുന്നത്. ചേട്ടൻ്റെ വീടിൻ്റെ എൻട്രൻസിലും അതോടൊപ്പം തന്നെ വീടിൻ്റെ ഉള്ളിലും ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് ഒരുപാട് ചേട്ടൻ്റെ ഹാർഡ് വർക്ക് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇവർ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിലും ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കലാവാസനയാണ് നമുക്ക് ഈ ഗാർഡനിലൂടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഗാർഡൻ്റെ ഉള്ളിൽ ചെയ്തിരിക്കുന്ന ആ ഫൗണ്ടനും കാര്യങ്ങളൊക്കെ. ഇതെല്ലാം ചേട്ടൻ ചെയ്തിരിക്കുന്നത് ചേട്ടൻ്റെ വീട്ടിൽ വരുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ്. ലൈക്ക് തുണിയും ചിരട്ടയും പ്ലാസ്റ്റിക്കും അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ കാണുന്ന ഓരോ ഫൗണ്ടനും ചേട്ടൻ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതെല്ലാം ചേട്ടൻ്റെ ഹാർഡ് വർക്കും കലാവാസനയുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഗാർഡനിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു പോസിറ്റീവ് എനർജി, അല്ലെങ്കിൽ ആ ഗാർഡൻ നമുക്ക് തരുന്ന കുറേ ഗുഡ് വൈബ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ചേട്ടൻ അവിടെ മാതാവിൻ്റെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഒരു ഗ്രോട്ടോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതും ഓൾ ടുഗെദർ നമുക്കൊരു എന്തെന്നില്ലാത്തൊരു ഗ്രേസാണ് നമ്മൾ ചേട്ടൻ്റെ ഗാർഡനിലായിരിക്കുമ്പോൾ കിട്ടുന്നത്. പ്രത്യേകിച്ച് തിരക്ക് പിടിച്ച ഈ ഒരു UK ജോലി തിരക്കിലെല്ലാം ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് ഒരു കപ്പ് ഓഫ് കോഫി അല്ലെങ്കിൽ ഒരു കപ്പ് ഓഫ് ടീ എടുത്തിട്ട് ഈ ഗാർഡനിലായിരിക്കുമ്പോൾ നമുക്ക് മേ ബി ഒരു സ്ട്രെസ്ഫുൾ ഷിഫ്റ്റ് ആയിരിക്കാം, അതിൽ നിന്നൊക്കെ ഒരുപാട് നമുക്ക് പുറത്ത് വരാൻ ഈ ഒരു ഗാർഡനും ഇവിടുത്തെ ഒരു നല്ല വൈബും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആദ്യ അനുഭവമാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. പിന്നെ ചേട്ടന് പ്ലാന്റ്സിനോടൊപ്പം തന്നെ ചേട്ടൻ്റെ കയ്യിൽ ഫിഷ് ഉണ്ട്. ഇപ്പം ഈ ഗോൾഡ് ഫിഷ് ഓൾമോസ്റ്റ് 6 years ആയി ചേട്ടൻ്റെ കൂടെയുള്ളത്. ഇവൻ കൂടാതെ 2 ഗോൾഡ് ഫിഷസ് കൂടി ചേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നല്ല ടൈം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അധികം പറഞ്ഞ് ഞാൻ നിങ്ങളെ ആരെയും ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഈ ഒരു ഗാർഡൻ്റെ പോസിറ്റീവ് വൈബും അതെല്ലാം നിങ്ങൾ തന്നെ ഈ വീഡിയോ കണ്ട് എൻജോയ് ചെയ്യുക. എപ്രകാരമാണോ ഞങ്ങളത് എൻജോയ് ചെയ്ത് അതേ രീതിയിൽ തന്നെ എല്ലാം ക്യാപ്ചർ ചെയ്യാൻ ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്.
പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ്, വർഷങ്ങളായിട്ട് ചേട്ടൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വാട്ടർ ലില്ലി. ഓൾമോസ്റ്റ് 6 ഇയേഴ്സാണ് ചേട്ടൻ ആ ഒരു വാട്ടർ ലില്ലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത്. അത് ഈ ഒരു ടൈമിൽ, ഈ ഒരു സമ്മറിൽ അത് നല്ലപോലെ വിരിഞ്ഞ് നന്നായിട്ട് നിന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ ചെന്ന സമയത്ത് അത് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചില്ല. അപ്പം അതിൻ്റെ ഒരു ഫോട്ടോ ഞങ്ങൾ ഈ വീഡിയോൻ്റെ ചെയ്തപ്പം വാട്ടർ ലില്ലിനോട് കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊരു മിസ്സിങ് ആയിപ്പോയി. എന്നാൽ പോലും നമ്മൾ ഈ വീഡിയോൻ്റെ കൂടെ നമ്മൾ ആ ഒരു പിക്ചർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 6 വർഷത്തിന് ശേഷമാണ് നമുക്ക് ഈ വാട്ടർ ലില്ലി ചേട്ടന് നല്ല രീതിയിൽ വിരിഞ്ഞ് നിന്ന്. പിന്നെ ഗാർഡൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതുപോലത്തെ ഒരുപാട് സ്പെഷ്യൽ കലാവാസനകൾ ചേട്ടൻ്റെ കാണാൻ സാധിക്കും. ഇതൊന്നും ചേട്ടൻ ഒരു സ്ഥലത്തു നിന്നും വാങ്ങിക്കൊണ്ട് വന്നതല്ല. ചേട്ടൻ ടൈമുള്ളതുപോലെ എല്ലാം ചേട്ടൻ്റെ കലാവാസന അനുസരിച്ച് ചേട്ടൻ തന്നെ ക്രിയേറ്റ് ചെയ്തെല്ലാം വെച്ചിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം ഈ ഗാർഡനെ ഒരുപാട് സ്പെഷ്യൽ ആക്കുന്നുണ്ട്. ജസ്റ്റ് ഫ്ലവേഴ്സോ അത് മാത്രമല്ല, ഒരുപാട് മീനിങ് ഫുൾ കാര്യങ്ങൾ നമുക്ക് ഗാർഡനിൽ കാണാൻ സാധിക്കും. പിന്നെ ഒരു ദിവസം മുഴുവൻ വേണം നമുക്ക് ഈ ഗാർഡനിൽ നിൽക്കാനും. പിന്നെ ഓരോ ഫ്ലവറിൻ്റെ പുറകിലും ഓരോ കഥകളും, ഓരോ ഫൗണ്ടൈൻ്റെ പുറകിലും ചേട്ടന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. അപ്പം ഓൾ ടുഗെദർ ദിസ് ഗാർഡൻ ഈസ് റിയലി സ്പെഷ്യൽ ഫോർ ചേച്ചി ആൻഡ് ചേട്ടൻ ആൻഡ് ഓൾസോ ദോസ് ഹു വിസിറ്റ് ദി ഗാർഡൻ. ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് നമുക്കൊരു ഗ്രേസ് ഫീൽ ചെയ്യും. നമുക്ക് എത്ര സ്ട്രെസ്ഫുൾ ആണെങ്കിലും ഒന്ന് കുറച്ച് നേരം ഈ ഗാർഡനിൽ സ്പെൻഡ് ചെയ്യുമ്പോഴേക്കും നമ്മൾ എല്ലാ സ്ട്രെസ്സും നമ്മുടെ വർക്ക് ലോഡൊക്കെ നമുക്ക് മറക്കാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം സമയം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ നമുക്കൊരു ഭാഗ്യം കിട്ടിയതാണ് ചേട്ടൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസ് ചേട്ടൻ്റെ വീടിൻ്റെ ഉള്ളിലെടുത്തു. ഒരു ജീസസിൻ്റെ നല്ലൊരു പിക്ചർ, അത് ക്ലോത്തിൽ ചെയ്തതാണ് വർക്ക്. ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ ഒരു വർക്ക് കണ്ടിട്ടില്ല, വിച്ച് ഈസ് അഗെയിൻ സ്പെഷ്യൽ ഫോർ മീ. പിന്നെ നമ്മൾ അവിടെ ഉണ്ടായ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും ചേട്ടനാണെങ്കിലും ചേച്ചിയാണെങ്കിലും അവർ പ്ലാന്റ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാൾക്കാരാണ്. അപ്പം അതൊക്കെ നമുക്ക് ഇവരുടെ വീട് കാണുമ്പം, വീട്ടിലുള്ള പ്ലാന്റ്സൊക്കെ കാണുമ്പം നമുക്ക് മനസ്സിലാവും. അങ്ങനെ നല്ലൊരു ഈവനിങ് എന്നത്തെ പോലും ഞങ്ങൾക്ക് അവിടെ അവർ നൽകി. പിന്നെ ഇതാണ് വീടിൻ്റെ ഉള്ളിൽ നിന്നിട്ടുള്ള ഗാർഡൻ്റെ വ്യൂ, വിച്ച് ഈസ് റിയലി ബ്യൂട്ടിഫുൾ. നമ്മൾ പുറത്തുനിന്ന് ഗാർഡൻ കാണുന്നതിനേക്കാൾ നല്ലത് വീടിൻ്റെ ഉള്ളിൽ നിന്നാണ്. കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ ഗാർഡൻ ആ ഒരു വ്യൂ നമുക്ക് നല്ല രീതിയിൽ കിട്ടും. ആൻഡ് ഫൈനലി നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. So this is our video. Hope you guys enjoyed our video. Please support us by subscribing to our channel. Thank you very much.